ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ മാഹി പുഴയ്ക്ക് അക്കരെ ആടിനെയൊക്കെ കടിച്ച് മുറിച്ച് അതിൻ്റെ ചോര കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്. ബലം പ്രയോഗിച്ച് അവരെ കൊണ്ടുവന്നിട്ട് ഫിംഗർ പ്രിന്റ് എടുക്കും പോലെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ട് പോകാൻ വഴി കണ്ടെത്തി. കെ ഖാൻ സാഹിബ് കേരള പോലീസിന്റെ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ 2.5 ദശകത്തോളം സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥൻ. വിരലടയാളങ്ങളുടെ വിശകലനത്തിലൂടെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ അന്വേഷകൻ. ആ സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും വികൃതമാക്കപ്പെട്ട ഒരു ഡെഡ് ബോഡി ആദ്യമായിട്ടാണ്. ന്യൂസ് പേപ്പറിന്റെ ഒരു മൂലയിൽ ഒരു കാൽപാദത്തിന്റെ ഉപ്പുറ്റിയുടെ ഭാഗത്തിന്റെ ഇത്രയും ഭാഗത്ത് ചോരയോടുകൂടി ചവിട്ടി നടന്നു പോയവരടയാളം കാണുന്നു. ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് എന്ന നിലയിൽ എന്നെ ആകർഷിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് തെളിവായിട്ട് കിട്ടാൻ തോന്നിയത് ഈ ചോരപ്പാടുള്ള അടയാളമാണ്. കേരളത്തിൽ വലിയ ചർച്ചയായ പല കേസുകളുടെയും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഓഫീസർ. CBI ഓഫീസേഴ്സ് ഉണ്ട്, ഇന്റർപോളിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഒരു വ്യക്തിയെയും കൊണ്ട് എൻ്റെ അടുത്ത് ഓഫീസിൽ വന്നതാണ്. അവർക്ക് വേണ്ടത് ഈ വ്യക്തിയുടെ വിരലടയാളം പരിശോധിച്ചിട്ട് ഈ വ്യക്തി ഞങ്ങൾ തിരക്കുന്ന ആളാണോ എന്ന് അറിയുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. സംഭവ ബഹുലമായ തന്റെ സർവീസ് കാലം ഓർത്തെടുക്കുകയാണ് കെ ഖാൻ സാഹിബ്. ഇയാൾ ഒരു ഐഡന്റിഫിക്കേഷനെ പറ്റി പറഞ്ഞത്, സാറേ ഒരു കൊട്ടാരം പോലത്തെ ഒരു കാറാണ്. ഞാൻ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ കൊണ്ടുപോയി പരിശോധിച്ച് നടത്തിയപ്പോൾ ആദ്യം ഞാനാണ് ബോധം കെട്ടത് ഈ പറഞ്ഞ ഓഫീസർമാരെക്കാളും. ഇത് ഞാൻ വെളിയിൽ പറഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണെന്നുള്ള ഉറപ്പാണ്. കാരണം അത്രത്തോളം ഒരു വലിയ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു മനുഷ്യനാണ്. ഗോളിളക്കം സൃഷ്ടിച്ച കേസുകൾ. ഹാൻഡ് കപ്പ് ഉപയോഗിച്ച് കാലിലും ഒരു മേശയുടെ കാലുമായിട്ട് കൂട്ടിക്കെട്ടി ആ മനുഷ്യൻ രാത്രി ഒരു 10:30 മണിയായ സമയത്ത് ആ മേശയുടെ കാല് എങ്ങനെയോ അതിൻ്റെ ഈ കുറുക്കുപടി ഉണ്ട് അത് പൊട്ടിച്ചിട്ട് അതിലെ ഊരി എടുത്തിട്ട് ഇയാൾ അങ്ങനെ ഇങ്ങനെ ഇവിടെ അരയിൽ കെട്ടിയിട്ട് പോയി. രാത്രി സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുമ്പോൾ ചെലങ്ക ശബ്ദം പോലെ കേട്ട് പോകുന്നു. തെളിവുകൾ നശിപ്പിച്ചിട്ടും വിരലടയാളം ബാക്കി വെച്ചു പോയ കുറ്റവാളികൾ. അപ്പോൾ വാഴത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ചാടി വീണെന്നാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നി ഒരു പക്ഷേ ഈ വാഴയിൽ അതിൻ്റെ കുറച്ച് പോളിഷ്ഡാണല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഒരു 5-8 വാഴകളുണ്ടായിരുന്നു. ഒരു വാഴയുടെ മുകളിൽ നിന്ന് 2 കൈകൾ ഇങ്ങനെ കിട്ടി. ഒരു വാഴ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിന്ന 2 അടയാളങ്ങൾ. 30-ലധികം ഗുഡ് സർവീസ് എൻട്രികൾ നേടിയ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ജില്ലാ ഓഫീസറായി വിരമിച്ച കെ ഖാൻ സാഹിബ് തന്റെ അന്വേഷണ ജീവിതം വിവരിക്കുന്നു. പതിവ് പോലെ 1985 മെയ് മാസം ഞാൻ കോഴിക്കോട് സിറ്റി സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ, അതായത് SDFP ബ്യൂറോ എന്നാണ് ചുരുക്കപ്പേരിൽ ഞങ്ങൾ പറയാം. ഞാൻ അവിടെ എക്സ്പെർട്ടായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. അന്ന് മാഹിയിൽ നമ്മുടെ ഓപ്പറേഷൻ ലിമിറ്റിലാണ്. അതായത് മാഹി ടെറിട്ടറിക്കകത്ത് എവിടെ ഒരു ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിൻ്റെ സേവനം ആവശ്യമുണ്ടായാലും, ഗ്രേവ് ക്രൈം ഉണ്ടായാലും, മർഡർ കേസ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഗ്രേവ് തെഫ്റ്റോ എന്തുണ്ടായാലും ശരി, കോഴിക്കോട് നിന്നാണ് അതിന് ആളുകൾ പോവുക, എക്സ്പെർട്സ് പോവുക. ഞാനും എൻ്റെ കൂടെ മറ്റൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഞാൻ രാവിലെ ഓഫീസിലെത്തിയപ്പോൾ ഇങ്ങനെ മാഹിയിലൊരു മർഡർ കേസ് നടന്നിട്ടുണ്ട്, ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ അത് യൂഷ്വലി അതിൻ്റെ വാഹനത്തിൽ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങളങ്ങനെ മാഹിയിലേക്ക് പോകുന്നു. മാഹിയിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ചെന്നിട്ട് അവിടെ SHO ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് അതെവിടെയാണെന്ന് അത് അറിഞ്ഞതിന് ശേഷം അവിടുന്ന് ആളുകളെയും കൂട്ടി ഈ സ്പോട്ടിലേക്ക് എത്തുകയാണ്. മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ചുറ്റുവട്ടത്താണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ഈ തട്ടായിട്ടുള്ളൊരു ഭൂമിയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ പുരയിടം ഒരു 2-3 അടി പൊക്കത്തിലാണ്. അത് കഴിഞ്ഞ് വീണ്ടും 2-3 അടി പൊക്കത്തിൽ അങ്ങനെ ഒത്തിരി ഉയർന്നു പോകുന്ന ഒരു തട്ടായിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ അതിൽ ഈ മൂന്നാമത്തെ തട്ടിൻ്റെ ഭാഗത്ത് ഒരു ഓലയിട്ട വീട്, അത്യാവശ്യം വലിപ്പമുള്ള വീടാണ്. അതാണ് ഈ സംഭവ സ്ഥലം. അവിടെ ചുറ്റും ഒരു 4-5 പശുക്കളുണ്ട്, കുറേ ആടുകളുണ്ട്, കുറേ കോഴികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ റോഡ് വഴി പോയി റെയിൽവേ ക്രോസിങ് കടന്നിട്ട് ആ വഴി പോയി ഈ വീടിന് ഏറ്റവും അടുത്ത് എത്തിയിട്ട് അവിടുന്ന് നടന്ന് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഈ പറഞ്ഞ കോഴികളും അതൊക്കെ ഇങ്ങനെ സാധാരണ പോലെ അലഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആളുകൾ ആരും അങ്ങോട്ട് അടുത്തിട്ടില്ല. ഈ സീൻ ഓഫ് ക്രൈമിൽ ആരോ കണ്ടവർ പിന്നെ അങ്ങോട്ട് ആരും പോയിട്ടില്ല. ഈ ഡെഡ് ബോഡി അവിടെ കിടക്കുകയാണല്ലോ, ഈ മർഡർ ചെയ്യപ്പെട്ട ഡെഡ് ബോഡി അവിടെ കിടക്കുകയാണല്ലോ. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്ന് പോയി നോക്കുമ്പോൾ മുറ്റത്ത് ഇതിൻ്റെ ഈ പ്രത്യേകിച്ചൊരു പിടിവലി നടന്നതായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിച്ചു വാരിയിട്ടതായിട്ടോ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ അവിടെ ആ ഏറ്റവും ഫ്രണ്ട് റൂമിലുള്ള കുറച്ച് പാത്രങ്ങളും എന്തൊക്കെയോ ചില്ലറ ചായ കുടിച്ച പാത്രങ്ങളോ പഴയ പത്രത്തിൻ്റെ കഷ്ണങ്ങളോ അതൊക്കെ മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഫ്രണ്ടിലെ ഡോറ് തുറന്നെടുക്കുകയാണ്, പകുതി തുറന്നെടുക്കുകയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ഡോറ് തുറന്ന് അകത്ത് കടന്ന് നോക്കുമ്പോൾ അകത്തെ ഒരു ചെറിയ തളമാണ് ആദ്യം കാണുന്നത്.
ആ തളത്തിൽ ഈ ഒരു സ്ത്രീ, ഞാനീ പറഞ്ഞ ഒരു 55 വയസ്സുള്ള ഒരു സ്ത്രീ സ്ത്രീയുടെ ശരീരം അവിടെ കിടക്കുകയാണ്. ആ സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും വികൃതമാക്കപ്പെട്ട ഒരു ഡെഡ് ബോഡി ഞാൻ എൻ്റെ സർവീസിനിടയ്ക്ക് ആകെ കാണുന്ന ഫസ്റ്റ് ഇൻസിഡൻസോ അല്ലെങ്കിൽ എൻ്റെ സർവീസിനിടയ്ക്ക് മൊത്തം കാണുന്നതിൽ ഇത്രയും വികൃതമാക്കപ്പെട്ട ഒരു ഡെഡ് ബോഡി ആദ്യമായിട്ടാണ്. കാരണം തെഫ്റ്റ് അല്ല, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റൊരു രീതിയിൽ ആ ശരീരം യൂട്ടിലൈസ് ചെയ്തതിൻ്റെ കാരണമല്ല. കാരണം ഈ കുഴവി എന്ന് പറയുന്നത് അരകല്ലിൻ്റെ കുഴവി എന്ന് പറയുന്നത് അമ്മിക്കുട്ടി എന്ന് പറയുന്ന സാധനമുണ്ട്, അമ്മിക്കല്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തലക്കിടിച്ചിട്ടുണ്ട്. ശരീരത്തിൽ ആകമാനം കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. 40-45 മുറിവുകൾ ശരീരത്തിൽ, നേക്കഡായിട്ട് കിടക്കുകയാണ് അവർ. അപ്പോൾ അവിടെ ആ വീട്ടിൽ ഇവർ മാത്രമാണ് താമസം. പിന്നെ ഇവർ വിവാഹം കഴിഞ്ഞിട്ടില്ല. കുറച്ച് ആടുകളും പശുക്കളും കോഴിയൊക്കെ ഉണ്ട്, അതിൻ്റെ വരുമാനമൊക്കെ ഉണ്ട്. ഇവരാർക്കും ഒരു കടബാധ്യത ഉള്ളവരല്ല, അവരാരോടും കടം വാങ്ങിക്കാറില്ല. ആർക്കെങ്കിലും ചിലർ കൊടുക്കുമെന്നല്ലാതെ കാരണം അവരുടെ ആവശ്യമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ശരി, ഇത് തെഫ്റ്റ് മാത്രമാണ് ലക്ഷണമെന്നുണ്ടെങ്കിൽ ഇവരെ കൊല്ലണമെന്നില്ല. അഥവാ കൊല്ലണമെന്നുണ്ടെങ്കിൽ പോലും കൊന്നിട്ടങ്ങ് തെഫ്റ്റ് നടത്തിയിട്ട് പോയാൽ മതി. അതല്ല, മറ്റ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ മ്യൂട്ടിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തോ ഒരു ഒരു അബ്നോർമൽ ഡെത്താണ്. അബ്നോർമലി എന്ന് പറഞ്ഞാൽ ഒരു സീൻ ഓഫ് ക്രൈമിലും കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ തെഫ്റ്റ് നടന്നിട്ടുണ്ടാകണം. കാരണം എന്തൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ല. കാരണം ഈ സ്ത്രീ മാത്രമേ താമസമുള്ളൂ അവിടെ. പക്ഷേ ഈ വരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പാല് വിറ്റ് കിട്ടുന്നതും കോഴിമുട്ട വിറ്റ് കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള വരുമാനങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ആട്ടിനെയും വിൽക്കും അവർ. ഇറച്ചിക്ക് വേണ്ടി ആൾക്കാരൊന്നും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. എത്ര മുതൽ അവിടെ ഉണ്ടായിരുന്നുള്ളത് ആർക്കും അറിയില്ല. ഈ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഒരു ചരിപ്പ് ഓട് മേഞ്ഞതാണ്, ബാക്കിയെല്ലാം ഓല മേഞ്ഞതാണ്. നിലം ചാണകം മെഴുകിയതാണ്. ഭിത്തിയും ഈ പറഞ്ഞ മാതിരി ചാണകം മെഴുകിയതാണ്. അവിടെ വേറെ ആരും വരാനും പോകാനൊന്നുമില്ല. പറഞ്ഞ മാതിരി ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഒരു പായും തലേണ വെച്ച് അവരവിടെ അങ്ങനെ കഴിയുന്നു. കട്ടിൽ പോലും ഇല്ല, നിലത്താണ് അവർ കിടക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു വിചിത്രമായ ഒരു ജീവിത രീതിയിൽ അവർ നയിക്കുന്നത്. പണം എന്തിനുണ്ടാക്കുന്നു ഒന്നും ആർക്കും അറിയില്ല, എത്ര ഉണ്ടെന്നും അറിയില്ല, അയൽവാസികളുമായിട്ട് അങ്ങനെ ബന്ധങ്ങളുമില്ല, ഒന്നുമില്ല. അപ്പോൾ എന്ത് പോയി എന്നുള്ളതും ആർക്കും അറിയില്ല. അപ്പോൾ ഈ സംഭവ സ്ഥലത്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഒരു വെപ്പണായിട്ടൊന്നും കാണാനില്ല. ഈ അരകല്ലിൻ്റെ ഈ അമ്മിക്കുട്ടി എന്ന് പറഞ്ഞ സാധനം ഇടിച്ചിട്ടുണ്ട്. അതുപോലെ എന്തോ സാധനമായിട്ട് മാരകമായിട്ട് സാധനം നെറ്റിക്ക് ഇടിച്ചിട്ട് അവിടെ ഒരു വലിയ കുഴിയായിട്ട് കിടക്കുകയാണ് നെറ്റി. പിന്നെ ശരീരം ആകെ മുറിവുണ്ട്. പക്ഷേ അവിടെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പഴയ ന്യൂസ് പേപ്പർ കിടക്കുന്നു. ആ ന്യൂസ് പേപ്പറിൻ്റെ ഒരു മൂലയിൽ ഒരു കാൽപാദത്തിൻ്റെ ഉപ്പുറ്റിയുടെ ഭാഗത്തിൻ്റെ ഇത്രയും ഭാഗത്ത് ചോരയോടുകൂടി ചവിട്ടി നടന്നു പോയവരടയാളം കാണുന്നു. ഈ പേപ്പറിലാണ് ആ ചോരപ്പാടുള്ളത്. അതൊരു കൈപ്പത്തിയല്ല, കാലിൻ്റെ അടയാളമാണെന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടാലുടനെ മനസ്സിലാകും. പിന്നെ ഈ കത്തികളൊന്നും അവിടുന്ന് ആ സമയത്തൊന്നും നമ്മളവിടെ വീട് സെർച്ച് ചെയ്തു, എവിടെയും കൊണ്ട് കളഞ്ഞെന്ന് അറിയാനായിട്ട് അവിടെ ചുറ്റും നോക്കി, പോലീസ് നായ വന്ന് നോക്കി, കത്തി കാണുന്നില്ല, വെപ്പൺസ് ഒന്നും കാണുന്നില്ല. ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഫസ്റ്റ് ഇൻഫറൻസിൽ വരാൻ സാധ്യത നമുക്ക് തോന്നിയത്, ഒന്നുകിൽ ഇത് അറിയുന്നവരാരെങ്കിലും ആയിരിക്കാം, ഇവരോടുള്ള പൂർവ്വ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ചെയ്തിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അബ്നോർമൽ മെൻറ്റാലിറ്റി, മനസ്സിൻ്റെ അവസ്ഥയുള്ള ഒരു ക്രിമിനൽ ഈ തെഫ്റ്റ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ ശരീരം ഇങ്ങനെ മ്യൂട്ടിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് അത്രയും അടക്കാലും തീരാത്ത വിരോധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ട് കുറേ ആസ്പെക്ട്സ് അതിലുണ്ട്. പക്ഷേ ഒരു ഫിംഗർ പ്രിൻറ്റ് എക്സ്പെർട്ട് എന്ന നിലയിൽ എന്നെ ആകർഷിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തെളിവായിട്ട് കിട്ടാമെന്ന് തോന്നിയത് ഈ ചോരപ്പാടുള്ള അടയാളമാണ്. ഈ സ്ത്രീ മാത്രമേ താമസമുള്ളൂ, അവരവിടെ ഡെഡ് ബോഡി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി നടന്നു പോകുമ്പോൾ ഈ ചോര അയാളെ കാലിൽ പറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ടാണല്ലോ അയാൾ നടന്നു പോയിട്ടുള്ളത്. അത് തെളിവിലേക്ക് എടുത്തു. ആ പേപ്പർ അതുപോലെ തന്നെ തെളിവിലേക്ക് ഭദ്രമായിട്ട് സൂക്ഷിച്ച് ടാമ്പർ ചെയ്യാതെ വളരെ ശ്രദ്ധാപൂർവ്വം അത് എടുത്തു. പിന്നെ ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയിട്ടും ഒരു വടി പോലും ചോരപ്പാടുള്ള ഒരു വടി പോലും അവിടെ കാണാനില്ല. ഈ അമ്മിക്കുട്ടി പോലെ എന്തെങ്കിലും സാധനം വെച്ച് ഇടിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ അതും അവിടെയില്ല, ആ ചുറ്റുവട്ടത്ത് എവിടെയില്ല. പോലീസ് ലോകം അവിടെ അത്രയും ചുറ്റിയിട്ട് കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയില്ല. അതെല്ലാം ചാക്കിലും ഇതെല്ലാം കൂടെ കെട്ടി എവിടെയെങ്കിലും ഈ പണത്തോടൊപ്പം കൊണ്ടുപോയൊന്നും ഒന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു തെളിവ് ഈ വാതിൽ തള്ളി തുറന്നതായിട്ട് നമ്മൾ അറിയാം. വാതിൽ തള്ളി തുറന്നിട്ട് ചെറിയ ഒരു മരത്തിൻ്റെ സാക്ഷാ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ മരത്തിൻ്റെ ഇങ്ങനെ കയറുന്ന ഒരു ആപ്പ് പോലെ സാധനം. അപ്പോൾ അത് ഇങ്ങനെ പതുക്കെ തിക്കിയല്ലാതെ തുറക്കുന്ന സാധനമാണ്. അപ്പോൾ ഒരു പക്ഷേ ഇയാൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണോ ചെയ്തതെന്ന് അറിയില്ല. കാരണം ഈ വാതിലിൻ്റെ മുകളിൽ കുറച്ച് ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ട് ഈ ഇവർ തുറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെഡ് ബോഡിയിൽ നിന്നുള്ള ഫിംഗർ പ്രിൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് എടുത്തു. ഡെഡ് ബോഡിയുടെ 10 വിരലിൻ്റെയും ഫിംഗർ പ്രിൻറ്റ്സ് എടുത്തു. പിന്നെ ഈ വാതിലിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്സ് എടുത്തു. ആ വീട്ടിൽ ഫിംഗർ പ്രിൻറ്റ് സാധാരണ കിട്ടാൻ സാധ്യതയുള്ള സർഫസുകളായിട്ടുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഓബ്ജക്ട്സോ വളരെ 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 കുറവാണ്. പിന്നെ ഉദാഹരണമായിട്ട് നമ്മൾ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു.
പ്ലേറ്റ് മേശപ്പുറത്തിരിക്കുന്നു, അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊരു പ്ലേറ്റ് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഗ്ലാസ് ഇരിക്കുന്നു, തീർച്ചയായിട്ടും ഈ ഭക്ഷണം കഴിച്ചിട്ട് വെച്ച ആളുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് വെച്ച ആളുടെ അല്ലെങ്കിൽ നീക്കി വെച്ച ആളുടെ ഫിംഗർ പ്രിൻറ്റ്സ് അതിൽ കിട്ടുന്നുള്ള ഉറപ്പാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലത്തെ കൈയോ ഇടത്തെ കൈയോ ഏതെങ്കിലും ഒരു കൈ അതിൽ ഉപയോഗിക്കണം നിർബന്ധമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 5 വിരലും അതിൽ കിട്ടാം, ചിലപ്പോൾ 2-3 വിരലുകൾ കിട്ടിയെന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്ട്സ് ഉണ്ട്. രണ്ടാമത്, ഈ പണം സൂക്ഷിച്ചിരിക്കുന്നത് അലമാരയിലാണെന്നിരിക്കട്ടെ. അലമാരയിലാണെങ്കിൽ ഈ അലമാര പുതിയതാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുവിധം പഴക്കമുള്ളതാണെങ്കിൽ പോലും അലമാരയിൽ ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ കൈവിരലിൻ്റെ ഈ അപ്പർമോസ്റ്റ് ഏരിയ കാണുന്ന സ്ട്രാറ്റം കോർണിയം എന്ന് പറഞ്ഞ ഭാഗത്തുള്ള അടയാളം, അതിൻ്റെ പ്രതിരൂപങ്ങളാണ്. നമ്മൾ നിങ്ങളുടെ വിരലുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ആർച്ച്, ലൂപ്പ്, വേൾ, കോമ്പസിറ്റ് എന്ന് 4 രീതിയിൽ വർഗീകരണം നടത്തിയിട്ടുള്ള വിരലടയാളത്തിൻ്റെ കുറേ സങ്കീർണമായ കുറേ രേഖകളാണത്. ഈ ഓരോ രേഖയിലും നമ്മുടെ സ്വെറ്റ് പോർ എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്നുള്ള സ്വെറ്റ്, വേർപ്പ് പുറത്തേക്ക് പോകാനുള്ള സ്വെറ്റ് ഗ്രന്ഥികളാണ് ഈ ഓരോന്നിൻ്റെയും എക്സ്പോസിങ് അല്ലെങ്കിൽ ഇജക്റ്റിംഗ് ഏരിയാസാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഏതെങ്കിലും ഓബ്ജക്റ്റ് പിടിച്ചാൽ ജീവനുള്ള ഏത് മനുഷ്യ ശരീരത്തിലും ജനിച്ച് വീണ കുട്ടി മുതൽ മരിച്ച് തണുക്കുന്നത് വരെ, ശരീരം തണുക്കുന്നത് വരെ ഇത് ശരീരത്തിൽ നിന്ന് പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി വിത്തൗട്ട് സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഇപ്പോൾ പിടിച്ചു, അത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ വേറൊരു ഗ്ലാസ്സിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. വേറെ ഒന്ന് എടുത്തു, ഒരു കത്തി എടുത്തു, അതിൽ പ്രിൻ്റുണ്ട്. ഒരു കോഴിമുട്ട എടുത്തു, അതിൽ പ്രിൻ്റുണ്ട്. ഒരു ന്യൂസ് പേപ്പർ കടന്നു, അതെടുത്ത് അതിൽ പ്രിൻ്റുണ്ട്. എന്ത് സാധനം ഉണ്ടെങ്കിൽ അതിൽ പ്രിൻ്റ് ഉണ്ടാകും. പക്ഷേ ഈ വീട്ടിൽ മാത്രം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ, അതായത് ഇങ്ങനെ ഫിംഗർ പ്രിൻ്റ് കിട്ടാനുള്ള സാധ്യത, പിന്നെ അതുപോലെ നടന്നു പോകുന്നത് നല്ല വളരെ ഇത് ടൈൽസ് ഇട്ട തറയാണെന്നിരിക്കട്ടെ, നിലമാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ചെരുപ്പിടാൻ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അടയാളം കിട്ടും. പിന്നെ ചെരുപ്പിട്ട് നടന്നു പോകുകയാണെങ്കിൽ പോലും ചെരുപ്പിൻ്റെ അടയാളം പോലും നമുക്ക് തെളിവിലായിട്ട് എടുക്കാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ പോലും അങ്ങനെ പല കേസുകളിലും നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ വീട്ടിലുണ്ടായ സംഭവത്തിൻ്റെ സ്പെസിഫിക്കായിട്ട് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടാനുള്ള അവിടെ ഉള്ളത് കുറേ മൺകലങ്ങൾ, കരി പിടിച്ച മൺകലങ്ങൾ. ഇവർ ഭക്ഷണം കഴിക്കുന്നത് മൺചട്ടിയിൽ, മൺപാത്രത്തിൽ. അതൊക്കെ പറഞ്ഞമാതിരി അവരൊരു വിചിത്രമായ ജീവിത രീതി നയിക്കുന്ന, എന്തിനോ ആർക്കോ വേണ്ടി പണം സമ്പാദിക്കുന്നു, ഈ ഭൂതം നിധി കാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കോഴികളെ വളർത്തുന്നു, ആടിനെ വളർത്തുന്നു, പശുവിനെ വളർത്തുന്നു, പാല് വിൽക്കുന്നു, പണം എന്ത് ചെയ്യുന്നു അവരാർക്കൊന്നും കൊടുക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല. അപ്പോൾ അവിടെ ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുള്ള, എന്തിനു പറയുന്നു, ഒരു മരത്തിൻ്റെ തവി ഉണ്ടെങ്കിൽ അതിൻ്റെ പിടിയിലെങ്കിലും ഉണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ മരം തവി, ചിരട്ട തവിയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പോളിഷ്ഡ് ആണെങ്കിൽ അതിൽ പിടിച്ചാൽ അതിലും ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവും. അത് എന്നത്തേക്കും അവിടെ ഉണ്ടാവും, ടാമ്പർ ചെയ്യുന്നില്ലെങ്കിൽ വർഷങ്ങളോളം ഉണ്ടാവും. അപ്പോൾ ഈ വീട്ടിലൊരു വിചിത്രമായ രീതിയിൽ കണ്ടത് ഇങ്ങനെയുള്ള യാതൊരു സാധ്യത അവിടെ കാണുന്നില്ല. എന്തെങ്കിലും ഒരു ഉപകരണം വേണ്ടേ? റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ആകെ കിട്ടിയ ഈ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞത് ഈ കാലിൻ്റെ ഫുട് പ്രിൻറ്റിൻ്റെ ഭാഗത്തുള്ള, ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള കുറച്ച് ഒരു 8-10 റിഡ്ജസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് എങ്ങനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും? അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു എക്സ്പെർട്ടിനെ സംബന്ധിച്ച് നോർമലി എനിക്ക് വേണമെങ്കിൽ പറയാനേ ഉള്ളൂ, ഇതിന് ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നുമില്ല, ഇത് വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൈ കൺസേൺ. എങ്ങനെ അത് കണ്ടുപിടിക്കാം, എങ്ങനെ നമുക്ക് അതിനൊരു പരിഹാരം കാണാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ചെയ്തല്ലോ, ഇല്ലാണ്ട് നടക്കില്ലല്ലോ, എന്തുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കൂടാ? അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് ഇതാണ് താനും, ഈ കാൽപാദത്തിൻ്റെ ഉപ്പൂറ്റിയുടെ അടയാളം മാത്രമേ ഉള്ളൂ താനും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ വളരെ ഒരു ഇൻ്റലിജൻസ് വർക്ക് നടത്തിയെന്ന് പറയാം. ചുറ്റുവട്ടത്തുള്ളവരോടും ഒക്കെ പലരോടും അന്വേഷിച്ചിട്ട് സാധാരണ ഇവിടെ വന്നു പോകുന്നവരാരൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്രിമിനൽ മനോഭാവമുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ, അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആരെങ്കിലും ആ ചുറ്റുവട്ടത്തുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു വിവരം കിട്ടി. അവിടെ ഈ മാഹിയിൽ ഈ വിദേശ മദ്യം കൊണ്ടുവരുന്നുണ്ട്, പൂനെയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള ലോറികൾ ധാരാളം വരാറുണ്ട്. അപ്പോൾ ലോറികളിൽ വരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ പല ക്ലീനറായിട്ട് വരുന്നവരും ഡ്രൈവറും ക്ലീനറൊക്കെ ഉണ്ടാവുമല്ലോ. ക്ലീനറൊക്കെ ഓരോരോ രീതിയിലുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു സാധ്യത, അവരുള്ളവരാരെങ്കിലും ആവാനുള്ള സാധ്യത ഒന്ന്. പിന്നെ രണ്ടാമത്, ആ ചുറ്റുവട്ടത്ത് നിന്ന് ഇങ്ങനെ വളരെ ദുർബലമായ ഒരു വാർത്ത കിട്ടി. ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ മാഹി പുഴയ്ക്ക് അക്കരെ പറഞ്ഞ മാതിരി അയാൾ ആടിനെയൊക്കെ കടിച്ച് മുറിച്ച് അതിൻ്റെ ചോര കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന ഒരു വ്യക്തി അവിടെയുണ്ട്. അപ്പോൾ അയാൾ ജീവനുള്ള ആടിനെയൊക്കെ കടിച്ച് മുറിച്ചിട്ടുണ്ട്, അതിൻ്റെ കാലിൽ കടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ കുട്ടിയൊക്കെ പറഞ്ഞ് ഒരു കഥ പോലെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അതുപോലുള്ള ആരെങ്കിലും മാനസികമായിട്ടുള്ള വിഭ്രാന്തികളുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മനോഭാവമുള്ളവരോ ആണെങ്കിൽ ചെയ്തുകൂടാന്നില്ലല്ലോ.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇവരെ നമുക്കിത് അവരുടെ ഫുട് പ്രിൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ. ബലം പ്രയോഗിച്ച് അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് എടുക്കും പോലെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ വളരെ ബുദ്ധിപൂർവമായിട്ട് അതിനൊരു പോംവഴി കണ്ടെത്തി. ഈ സംശയിക്കുന്നവരെയും സംശയം ഇല്ലാത്തവരെയും ഈ ഒരു നമ്മൾ ഒട്ടും സംശയിക്കുന്നില്ല, അവരെ ഒരു 10-100 പേരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്തു, ഈ സംശയിക്കുന്ന ആൾക്കാരുൾപ്പെടെ. അത് നമ്മൾ വളരെ ഗഹനമായിട്ട് സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മളിങ്ങനെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു 4-5 പേരുണ്ട്, പോലീസ് മാഹിയിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുണ്ട്, ഞാനുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് അവർ വരുന്നു, ഇരിക്കൂ നാരായണൻകുട്ടി, പിന്നെ ഇങ്ങനെ ഈ കേസിനെ പറ്റി വല്ല വിവരമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെങ്കിലും വിരോധമുള്ളവരോ വേറൊന്നും പറയണ്ട, ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കേസ് തെളിയിക്കണമല്ലോ, നിങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവമല്ലേ, നമുക്കൊന്ന് ഒത്തു ശ്രമിച്ച് നോക്കാം. അപ്പോൾ അല്ല സാർ, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആരെയും പറയാൻ കഴിയുന്നില്ല, എൻ്റെ അറിവിൽ അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല സാർ, എന്താ സംഭവിച്ച് കണ്ടുപിടിക്കണം സാർ എന്ന് പറഞ്ഞു. ഓക്കെ നാരായണൻകുട്ടി, സോറി നിങ്ങളെ ബുദ്ധിമുട്ട് ചിലപ്പോഴേക്കുള്ളൂ എന്ന് പറഞ്ഞു. നാരായണൻകുട്ടി പോയി. അടുത്ത ആളിനെ വിളിച്ചു, അയാളും വന്നു. നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇടിയില്ല, ചീത്തവിളിയില്ല, അടിയില്ല, വഴക്കല്ല, ഒന്നുമില്ല. വെറുതെ വളരെ ഫ്രണ്ട്ലി ടോക്ക്. വെറും എന്തെങ്കിലും സംശയമുണ്ടോ, ആരെങ്കിലും പറ്റി സംശയമുണ്ടോ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, പോയി. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മളൊരു പണി ഒപ്പിച്ചിരുന്നു. ഈ ഓരോരുത്തർ വരുമ്പോഴും ഈ നടന്ന് വരുന്ന വഴിക്ക് ഒരു 2 അടി വീതി, ഒരു 4-5 അടി നീളത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിലെ ചെരുപ്പ് ഊരി വെച്ചിട്ട് അതിലെയാണ് നടന്ന് വരേണ്ടത്. ഈ ആൾക്കാർ നടന്ന് വരുന്നിടത്ത് വെളിയിൽ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, ആ ചെരുപ്പ് അങ്ങ് ഊരി വെച്ചേക്കും, ഓഫീസ് അങ്ങോട്ട് കയറി പോകുന്നില്ലേ, ചെരുപ്പ് അണ്ണും ചെളിയൊക്കെയല്ലേ, അത് വേണ്ട, അത് ഊരി വെച്ചേക്കൂ, നിങ്ങൾ അതിൽ നടന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അതിലേ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു, ചെരുപ്പ് അവിടെ കിടന്നോട്ടെ, കാഷ്വലായിട്ട്. അപ്പോൾ ഊരി വെച്ചിട്ട് നടന്നു വരുന്നു. ഈ ഓരോരുത്തർ വന്ന് പോകുമ്പോഴും ഈ ഷീറ്റ് എടുത്ത് മാറ്റി അതിൽ അവരുടെ പേരും നമുക്ക് വേണ്ട ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എഴുതി അത് മാറ്റി വെച്ചു. അങ്ങനെ ഒരു 40 ആളുടേത് 2 ദിവസം കൊണ്ട് നമ്മളങ്ങനെ ചെയ്തു വെച്ചു. ഈ ചവിട്ടടയാളം, അതായത് ഈ രക്തക്കറയുള്ള അടയാളം ഈ 40 പേരിലും ഇല്ല. അടുത്ത സെഷനിൽ വീണ്ടും ഒരു 22 പേർ ഒരിക്കൽ, ഒരു 13 പേര് അടുത്ത സെഷനിൽ. ഈ 22 പേരുടെയും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇതേ ടാക്ടിക്ക് ഉപയോഗിച്ചിട്ട്, അതായത് ഇപ്പം വരുന്നവരൊക്കെ പുറത്ത് ചോദിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ, അല്ല വല്ലതും അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ശരി പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഞങ്ങൾ പോവായി. ഒന്നുമില്ലപ്പാ, നിങ്ങൾ ചോദിച്ചാൽ പറയുമ്പോൾ അത് പറഞ്ഞാൽ മതി പറഞ്ഞു. അങ്ങനെ 13 ആളുകളുള്ളതിലെ ഒരു കേസുകൾ വന്നിട്ട് 4-ാമത്തെ ദിവസം ഈ ആളുകൾ വന്നു, അതിൽ സംസാരിച്ചു, പോയി. ഈ പറഞ്ഞ കക്ഷി, സംശയിക്കുന്ന ആടിനെ കടിച്ചു ചോര കുടിച്ചു എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടായിരുന്നു, അയാളും പോയി. പക്ഷേ ഇതെല്ലാവരും പോയി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോരുത്തരുടെയും പേരും എഴുതി വെച്ച് ഞാനിത് ഓരോന്നും അന്നന്ന് ഈ കഴിയുന്നതിൻ്റെ അന്ന് തന്നെ വളരെ ഭദ്രമായിട്ട് അത് പാക്ക് ചെയ്യേണ്ട സിസ്റ്റംസ് ഉണ്ട്. ഈ നമ്മുടെ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് ഫോറൻസിക് ലാബിലേക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സിസ്റ്റംസ് ഉണ്ട്. നമുക്കല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്കത് ടാമ്പർ ചെയ്യാതെ ചെയ്യാം. അങ്ങനെ ഈ 13 ആളുകളുള്ളതിൽ ലാസ്റ്റ് ദിവസത്തിൻ്റെ നോക്കുമ്പോൾ ഈ അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക, ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നടത്തിയിട്ടുള്ളത് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അധ്യാപകനാണ്. ഒരു 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 പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ വ്യക്തിക്ക്, ഈ സ്ത്രീയോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇവർ വിവാഹം കഴിച്ചിട്ടില്ല, സാമ്പത്തികമായിട്ട് ഇഷ്ടംപോലെ സ്വത്തുക്കളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വിവാഹം കഴിക്കണമെന്ന് ഇയാൾക്ക് ഉള്ളിൽ തോന്നിയിരിക്കാം, അതിൻ്റെ പകയായിരിക്കാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇയാൾ അതിനുശേഷം ഇത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഒഴിവാക്കി, ഈ ആടിനെ കടിച്ച ആളെ ഒക്കെ ഒഴിവാക്കി വിട്ടു. കാരണം അവരാരും അല്ലല്ലോ, ഈ അടയാളം കിട്ടിയത് ഈ മനുഷ്യൻ്റെതാണ്. അപ്പോൾ അയാളെ ഞങ്ങൾ വളരെ, ആരോടും നമ്മൾ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അധ്യാപകനോട് വല്ല വിവരമുണ്ടോ? ഇല്ല, പൊയ്ക്കോളൂ, പോയി. അതിനുശേഷം നമുക്ക് കിട്ടേണ്ട തെളിവ് കിട്ടിക്കഴിഞ്ഞല്ലോ, ആളാരാണെന്നുള്ള നമ്മൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇയാളെ രഹസ്യമായി വേറെ ആരും അറിയാത്ത രീതിയിൽ ഇയാളെ കോൺഫിഡൻഷ്യൽ വളരെ പേഴ്സണലായിട്ട് കൂട്ടിക്കൊണ്ടിരുന്ന പോലെ സ്വകാര്യത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ മാഹി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അയാളെ ലോക്കപ്പ് ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ അയാൾ എന്താ പറയുക, ഇതിൽ പണ്ടാര പറയുക, തത്ത പറയും പോലെ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആദ്യമൊക്കെ കുറേ ചേർത്ത് തന്നു. എന്നിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ഈ ഇടിക്കാൻ ഉപയോഗിച്ച കല്ല് അയാൾ മാഹി പുഴയിലാണ് കൊണ്ട് കളഞ്ഞത്. ഈ കൊത്താൻ ഉപയോഗിച്ച കത്തി അടക്കമുള്ളത് മാഹി പുഴയിൽ ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ട് കളഞ്ഞതാണ് അയാൾ. ഈ പണമൊക്കെ പറഞ്ഞ് തുണിയിൽ കെട്ടിയിട്ട് അതങ്ങനെ തന്നെ അയാൾ തുണിക്കെട്ടോടെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ കേസിൽ ഇയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. കാരണം ഇത് മാത്രമേ ഉള്ളൂ അടയാളമായിട്ടുള്ളത്, തെളിവായിട്ടുള്ളത് ഈ കേസുമായിട്ട് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇയാൾ കാണിച്ച സ്ഥലത്തു നിന്നാണ് ഈ പ്രോപ്പർട്ടി റിക്കവറി ആക്കിയിട്ടുള്ളത്. ഞാൻ ഈ കല്ലെടുത്ത് ഇന്ന ഭാഗത്താണ് പുഴയിൽ എറിഞ്ഞത്, അവിടെ തപ്പിയപ്പോൾ അവിടുത്തെ കല്ല് കിട്ടി.
ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിങ്ങനെ തുണിക്കെട്ടിൽ കെട്ടിയിട്ടാണ് ഈ കത്തിയും അതിന് മറ്റുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള കത്തി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഈ ഊതാൻ ഉപയോഗിക്കുന്ന കുഴലുണ്ട്, മരുന്നിൻ്റെ എന്താ പറയുക, അടുപ്പ് ഊതാൻ ഉപയോഗിക്കുന്നത്, അതൊരു ഇരുമ്പിൻ്റെ കുഴലായിരുന്നു. അതും പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അതും ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പുഴയിൽ നിന്നാണ് കിട്ടിയത്, 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയത്. അപ്പം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ വാരിയിട്ടാണ് ഇയാൾ പുഴയിൽ കൊണ്ട് കളഞ്ഞത്. അപ്പോൾ ആ കേസ് അങ്ങനെ അത് ട്രയലിന് വന്നപ്പോൾ ഈ കേസിൻ്റെ എന്താ പറയുക, ഈ ഫുഡ് പണ്ടറിൻ്റെ ആധികാരികതയെ പറ്റി ചോദ്യം വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ഓരോ റിഡ്ജുകളുടെയും അല്ലെങ്കിൽ ഓരോ സ്വെറ്റ് പോറിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റി ഒരുപക്ഷെ കോടതിക്ക് വന്നാണ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക, പലർക്കും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരു മേഖലയിലേക്ക് പോവുകയാണ്. കാരണം ഫിംഗർ പ്രിൻറ്റ് പാറ്റേൺസ് ഒന്നുമില്ല, റിഡ്ജസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ഈ ഒരു 10 വിരൽ, ഇപ്പോൾ ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. എൻ്റെ ഈ വിരൽ തുമ്പ് ഇവിടെയുണ്ട്. ഈ വിരൽ തുമ്പ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഈ വിരൽത്തുമ്പ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ വിരലിൻ്റെ അറ്റത്തുള്ള ഈ സെല്ല് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ ഈ സ്വെറ്റ് പോർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കുഴിക്കകത്തുണ്ടായിരുന്ന ഈ ചവിട്ടടയാളത്തിലുണ്ടായിരുന്ന ഓരോ സ്വെറ്റ് പോറുകളും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും അതൊരു 5000 തവണയൊക്കെ മാഗ്നിഫൈ ചെയ്തെടുത്തപ്പോൾ വലിയ വലിപ്പത്തിൽ. അപ്പോൾ ഇത് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഒന്നിൻ്റെ തന്നെ ഫോട്ടോഗ്രാഫാണ് രണ്ടെണ്ണവും. അപ്പോൾ ആ രീതിയിൽ മാത്രമായിരിക്കും വരിക. ആണെങ്കിൽ 100%, ഇല്ലെങ്കിൽ 0 ആണ്. അല്ലാതെ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാൻ സാധ്യതയില്ല എന്തുമില്ല. ഫിംഗർ പ്രിൻറ്റ് സയൻസിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് ദി ലാസ്റ്റ് വേർഡ് ഓഫ് ഐഡൻറ്റിറ്റി. ഗ്ലോബലി ലോകത്തെ ഏത് രാജ്യത്തായാലും ശരി, ഈവൻ മർഡർ കേസസിലോ അല്ലെങ്കിൽ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റത്തിലോ ഏറ്റവും ആധികാരികമായി തെളിയിക്കാൻ പറ്റിയ, ഏറ്റവും എളുപ്പം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് തെളിവുണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ വിരലടയാളം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കസേരയിൽ കുറച്ച് ദിവസം കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ അറിയാതെ എവിടെയൊക്കെയോ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ട് ഒരു എക്സ്പെർട്ട് വന്ന് ഇത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് പൗഡേഴ്സ് ഉണ്ട്, ലിക്വിഡ്സ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ അതുപോലെ പല കെമിക്കൽസ് ഉണ്ട്. ഈ നമ്മുടെ വൈറ്റ് കോൺട്രാസ്റ്റ് വൈറ്റ് ബേസിക് ആയിട്ടുള്ളതുണ്ട്, ബ്ലാക്ക് ഉള്ളതുണ്ട്. ഈ സർഫസിനനുസരിച്ച് ഇപ്പോൾ ഈ കസേരയിൽ നോക്കാനാണെങ്കിൽ വൈറ്റ് പൗഡർ ഉപയോഗിച്ചെങ്കിലേ കിട്ടുള്ളൂ. കാരണം എങ്കിൽ അത് ആ റിഡ്ജസ് റേസ് ചെയ്ത് വരുള്ളൂ. ഈ നമ്മുടെ കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെ സുതാര്യമായ, വളരെ ഏറ്റവും, അതായത് ക്യാമൽസ് ഹെയർ ബ്രഷ് എന്നാണ് പറയുക. ഇതിന് ഉപയോഗിക്കുന്ന ബ്രഷ് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവില്ല, സിനിമയിലോ TV-യിലോ കാണാറുണ്ടല്ലോ. എക്സ്പെർട്ട് വരുന്നു, ഇങ്ങനെ പൗഡറിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ പതുക്കെ തുടയ്ക്കുമ്പോൾ ഈ ഫിംഗർ പ്രിൻ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് തെളിഞ്ഞ് വരുന്നു. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതിന് ഒരു ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഒരു കണ്ടൻറ്റാണ്, ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അതുപോലെ തന്നെ വേറെ പല കെമിക്കൽസ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തതിൽ ഈ ശേഷം ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറാത്തിടത്തോളം കാലം ഈ പറഞ്ഞ മാതിരി നമ്മളങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്ത് അത് ഫോട്ടോഗ്രാഫ് എടുത്ത് അത് ഇതിൻ്റെ ഒറിജിനൽ തെളിവുമായിട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്, സംഭവ സ്ഥലത്ത് നിന്ന് ഈ ചെരുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ അടയാളത്തോടു കൂടിയ, ഈ ചോരപ്പാടോടു കൂടിയ പേപ്പർ കിട്ടി. അത് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ മാക്രോ ഫോട്ടോഗ്രാഫുകൾ എടുത്ത് ഫോട്ടോഗ്രാഫുകൾ അത് സാറ്റിസ്ഫാക്ടറി ആണ്, അത് നമുക്ക് ഫർദറായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഈ പേപ്പർ നമ്മൾ ഇനി ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല, പരീക്ഷണങ്ങൾക്കൊന്നും ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ബ്ലഡിൻ്റെ ടെസ്റ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി അതിന് ആ നിലത്ത് നിന്ന് ഇഷ്ടം പോലെ ഇതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് സാധാരണ അത് 123 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫോം ഉണ്ട്, അതിന് 27. ഇതിൽ അതനുസരിച്ച് ഇത് പാക്ക് ചെയ്ത് ഇതിന് ടാമ്പറിങ് വരാതെ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കോട് കൂടി ഇത് കോടതിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സംഭവം നടന്ന് 2-3 ദിവസത്തിനകം ഈ സ്ഥലം തെളിവ് കോടതിയിലിരിക്കുകയാണ്, കോടതിയുടെ കസ്റ്റഡിയിലാണ്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ പിറ്റേന്നോ അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ കേസിൽ പ്രതിയെ പിടിക്കുക. അപ്പോൾ ഈ കേസിൽ പ്രതിയെ പിടിക്കുമ്പോൾ ഇതിൻ്റെ തെളിവ് കോടതിയിലിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ടും കണക്ട് ചെയ്യുന്നത് കോടതിയുടെ കയ്യിലിരിക്കുന്ന തെളിവാണ് ഞാനിത് ഹാജരാക്കുന്നു. അപ്പോൾ വേറെ ഒന്നും കൂടെ ഉള്ളത്, നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു ഫിംഗർ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മളത് ഡെവലപ്പ് ചെയ്തു, അതല്ലാതെങ്കിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ചവിട്ടിയടയാളോ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തതിന് എടുക്കുന്നെങ്കിൽ അതപ്പം തന്നെ അതിൻ്റെ മുകളിൽ അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും മാർക്ക് ചെയ്തിട്ട് ആ സ്റ്റേഷൻ്റെ കോഡ് വരുന്ന എന്തെങ്കിലും 1-2 അക്ഷരങ്ങൾ, ഡേറ്റ്, ക്രൈം നമ്പർ, ഇത്രയും സാധനങ്ങൾ എഴുതി ഈ എക്സ്പെർട്ടിൻ്റെ ഒപ്പല്ല പൂർണ്ണമായിട്ടുള്ള ഇനീഷ്യൽസ് ഇതിലിടും. ചില കേസുകളിൽ, ഞാൻ ചെയ്തിട്ടുള്ള പല കേസുകളിലും അവിടുത്തെ ഈ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആരോടും ചോദിക്കുന്നതല്ല, അങ്ങനെ ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടും കൂടെ അതിൻ്റെ മുകളിൽ ഒപ്പിടിക്കും.
അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവ സ്ഥലത്ത് ഇന്ന ആൾ എക്സ്പെർട്ട് വന്നിരുന്നു, ഇത്രാം തീയതി ഇത്ര മണിക്ക് അവിടെ ഉണ്ടായിരുന്നു, അവിടുന്ന് ഇന്ന ഭാഗത്ത് ഇന്ന മുറിയുടെ ഇന്ന ഭാഗത്ത് നിന്ന് കിട്ടിയ പേപ്പറാണിത്, ഞാൻ അതിന് സാക്ഷിയാണ്, ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ ഉണ്ട്. പിന്നെ ഒന്നുകൂടിയുള്ളത് അത് തെളിവാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സീൻ ഓഫ് ക്രൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ മൊത്തമായിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കുക. മൊത്തമായിട്ടുള്ള ഫോട്ടോഗ്രാഫ് ഇൻ ദ സെൻസ് ആ വീടാണെന്നുണ്ടെങ്കിൽ ദൂരെ നിന്നൊരു ലോങ് ഷോട്ട് വീടിൻ്റെ എടുക്കുന്നു. അതിനുശേഷം ഓരോ ആംഗിളിൽ നിന്ന് വീടിൻ്റെ ക്ലോസപ്പ് ഫോട്ടോകൾ എടുത്തിട്ട് അങ്ങനെ വന്ന് ഈ പേപ്പർ കിടക്കുന്നത് അതിൻ്റെ ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇന്നതിൻ്റെ അടുത്താണ് ഈ പേപ്പർ കിടന്നത്, അത് ഇന്ന ഒബ്ജക്റ്റാണ്, ഇത് ഇത്ര ദൂരത്തിൽ ഇന്നത് കിടക്കുന്നു, വാതിലിൽ നിന്ന് ഇത്ര മാറിയിട്ടാണ് കിടക്കുന്നത്, ഡെഡ് ബോഡി കിടക്കുന്നത് ഇന്നടത്ത് ഇത്രത്തേക്ക് മാറിയിട്ടാണ് കിടക്കുന്നത്, ഇന്നടത്ത് രക്തം തെറിച്ച പാടുണ്ട്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് കൊറോബറേറ്റ് ചെയ്തിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. കോടതിയിൽ ഈ സീൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാപ്പാഠം പഠിക്കുന്ന പോലെ പറയാം. കാരണം ഞാനിപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം എത്രയോ 85 നടന്ന കേസാണിത്. ഇപ്പോൾ വർഷങ്ങൾ എത്രയായി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ സീൻ ഓഫ് ക്രൈം വളരെ ലൈവാണ്. ഹാൻഡ് കപ്പ് ഉപയോഗിച്ച് കാലിലും ഒരു മേശയുടെ കാലുമായിട്ട് കൂട്ടിക്കെട്ടി രണ്ടാമത്തെ നിലയിലാണ് അന്ന് അവിടെ പാർപ്പിക്കുന്നു. ഇയാൾ ചാടിപ്പോകുന്നുള്ളത് ഏകദേശം ഉറപ്പുള്ളതുകൊണ്ട് ആ മനുഷ്യൻ രാത്രി ഒരു 10:30 മണിയായ സമയത്ത് ആ മേശയുടെ കാല് എങ്ങനെയോ അതിൻ്റെ ഈ കുറുക്ക് പടിയുണ്ട് അത് പൊട്ടിച്ചിട്ട് അതിലെ ഊരി എടുത്തിട്ട് ഇയാൾ ഈ ചങ്ങല ഇങ്ങനെ ഇവിടെ അരയിൽ കെട്ടിയിട്ട് പോയി. രാത്രി സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു ചലങ്ക ശബ്ദം പോലെ കേട്ട് പോകുന്നു.